നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും അരുൺ ടെക്സ്റ്റോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ LDCയുടെ റാങ്ക് ലിസ്റ്റ് വരാനിരിക്കെ പുതിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം വിദ്യാഭ്യാസ വകുപ്പിൽ നിരവധി ക്ലർക്ക് തസ്തികകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനത്തിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് ഈ ക്രമീകരണം നിലവിൽ വരിക. അതുപോലെ തന്നെ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ ഒരേ കുടക്കീഴിൽ ശുപാർശ ചെയ്ത് കമ്മിറ്റി റിപ്പോർട്ടാണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. അതുപോലെ തന്നെ 500 to 700 കുട്ടികൾക്ക് ഒരു ക്ലർക്ക് എന്ന നിലവിലാണ് ഇപ്പോഴത്തെ കണക്ക് വരുന്നത്. ഇത് ഹൈസ്കൂൾ വരെയുള്ള ഒരു അപ്ഡേഷനാണ്. 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾ വരുമ്പോഴുള്ള സ്ഥിതിക്കനുസരിച്ചുള്ള ക്ലർക്കുമാർക്കും മറ്റു ജീവനക്കാരുടെയും ആവശ്യമായിട്ട് വളരെയധികം വരുന്നതാണ്. അപ്പം ഇത് മുഖാന്തരം റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം സ്കൂളിലെ ഘടനമാറ്റം ഈ ജൂണിൽ തന്നെ ഉണ്ടാകുവാനാണ് സാധ്യത എന്ന് അവർ പറയുന്നുണ്ട്. അതിനാൽ തന്നെ 3 വർഷത്തിൽ കാലാവധിയുള്ള LDC റാങ്ക് ലിസ്റ്റിൽ വരുന്ന അവസാന സ്ഥാനക്കാർക്കും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻ വീഡിയോസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു അപ്ഡേഷനുമായി കാണാം. നന്ദി, നമസ്കാരം.